ഹലോ എവ്രി വൺ. ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി രണ്ടാം ഘട്ടത്തിൻ്റെ ആൻസർ കീ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇത് ഓപ്ഷനല്ല, കോഡ് ഡിയുടെ ആൻസർ കീയാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളത്. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2 മാത്രം. പ്ലാസ്റ്റിക്കും മൈക്രോ പ്ലാസ്റ്റിക്കുമാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 2, യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം. ഫോസ്ഫറസും നൈട്രജനും. നമുക്കറിയാലോ, ചെടികൾക്ക് വളരാൻ ആവശ്യം NPK അല്ലേ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെ അല്ലേ. അപ്പോൾ അതിൽ 2 ഇവിടെ ഉണ്ട്, നൈട്രജനും ഫോസ്ഫറസും. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പിന്നെ മൂന്നാമത്തെ കോഡ് ഡിയിൽ 3 മുതൽ മാത്സ് ആണ് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലത്തെ ചോദ്യമായിരുന്നു. x-4, x-2, x എന്നിവ അഭാജ്യ സംഖ്യകളാണെങ്കിൽ x+2 എന്നത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഒരു ഭാജ്യ സംഖ്യയും അതേസമയം ഒരു പൂർണ്ണസംഖ്യയുടെ വർഗവുമാണ്. 3ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 4, 10നെ x% വർദ്ധിപ്പിച്ചാൽ 30നെ x% കുറച്ചാൽ കിട്ടുന്ന അതേ വില കിട്ടുമെങ്കിൽ x എത്ര? ഇത് ഓപ്ഷൻ വെച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 5ാമത്തെ ചോദ്യം, ഒരു കാറിൻ്റെ ചക്രത്തിൻ്റെ വ്യാസം 77 സെൻറ്റിമീറ്റർ ആണ്. 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കും? ഇതിനുത്തരം ഓപ്ഷൻ എ ആണ്, 2420 ആണ് ശരി ഉത്തരം. 2πr വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. 6ാമത്തെ ചോദ്യം, ഒരു തുക ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശയ്ക്ക് 5 വർഷത്തേക്ക് കൊടുത്തു. 2% കൂടുതൽ പലിശ കൊടുത്തിരുന്നെങ്കിൽ 5000 രൂപ കൂടുതൽ കിട്ടുമായിരുന്നെങ്കിൽ നിക്ഷേപ തുക എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ്, 50000. 7, 3 സംഖ്യകളുടെ അനുപാതം 3:4:5 ആണ്. അവയുടെ തുക 60 ആണെങ്കിൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1250. 8, 5 മുതിർന്നവർ ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 3 കുട്ടികൾ അതേ ജോലി 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 4 മുതിർന്നവർ 2 കുട്ടികളും ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? 8ാമത്തെ ചോദ്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഇതിനകത്ത് ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഇല്ല. 3.5 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ ഇല്ല. 8ാമത്തെ ചോദ്യത്തിന് ആൻസർ ഇല്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ BSc ഡിയും ഓപ്ഷനായിട്ട് കൊടുക്കാം. 3.5ന് ഏകദേശം അടുത്ത് വരുന്നതല്ലേ. തൽക്കാലം അതിന് ആൻസർ ഇല്ല. 9ാമത്തെ ചോദ്യം, ചുറ്റളവ് 39.6 മീറ്റർ ആയ വൃത്തത്തിൻ്റെ വിസ്തീർണം ഒരു ചതുരത്തിൻ്റെ വിസ്തീർണത്തിന് തുല്യമാണ്. ചതുരത്തിൻ്റെ നീളം 27.72 മീറ്റർ ആണെങ്കിൽ വീതി എത്ര? കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്, 4.5. 10, ഒരു സംഖ്യ 12% കുറച്ചാൽ 1760 കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നമ്മളിവിടെ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ഉണ്ട്. 11, ഒരു ഫർണിച്ചർ തോമസ് 4800 രൂപയ്ക്ക് വാങ്ങി. അത് പോളിഷ് ചെയ്യാൻ 1200 രൂപ ചിലവായി എങ്കിൽ അത് 5400 രൂപയ്ക്ക് വിറ്റാൽ അയാളുടെ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കുക. ഇതിനും ശരിക്കും ഉത്തരമില്ല. 10% എന്നാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ 10 ഇല്ല, 1% എന്നുള്ളത്. അപ്പോൾ ഇതിനും ആൻസർ ഇല്ല. 12ാമത്തെ ചോദ്യം, 625 റൈസ് ടു 0.16 × 625 റൈസ് ടു 0.09. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 5. 13, ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. റേഡിയം, ഓക്സിജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് റേഡിയം ആണ്, ഓപ്ഷൻ എ. 14, 2 സംഖ്യകളുടെ ആകെ തുക 150ഉം ഗുണനഫലം 45ഉം ആണെങ്കിൽ അവയുടെ വ്യുൽക്രമത്തിൻ്റെ തുക എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 10/3. 15, 12:20 ക്ലോക്കിൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയ്ക്കുള്ള കോണളവ്. ഓപ്ഷൻ ബി ആണ്, 110 ഡിഗ്രി. 16, 26/1/2025 ഞായറാഴ്ചയാണെങ്കിൽ 26/1/2028 ഏത് ദിവസമായിരിക്കും? 3 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനിടയ്ക്ക് ലീപ്പ് ഇയേഴ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ 3 കൂട്ടിയാൽ മതി. ഞായറാണെങ്കിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബുധൻ. 17, എർത്ത് എന്ന വാക്ക് ഒരു കോഡ് ഭാഷയിൽ ഇങ്ങനെ എഴുതിയെങ്കിൽ അതേ ഭാഷയിൽ സ്പൂൺ എന്നതിൻ്റെ കോഡ് എന്തായിരിക്കും? ഓരോന്നും 1 കൂട്ടി എഴുതുകയാണ്. ഇ കഴിഞ്ഞാൽ എഫ്, എ കഴിഞ്ഞ് 2 എണ്ണം കഴിഞ്ഞിട്ടുള്ളത് സി, അങ്ങനെ 1, 2, 3 അങ്ങനെ കൂടിക്കൂടി വരിക. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി.
18 ബോർഡ് മാസ് വെച്ചിട്ട് ചെയ്യാനാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് എ ആണ്, 4. 19 5 √5 1 എന്ന ശ്രേണിയുടെ എണ്ണാം പദം 1/625 ആണെങ്കിൽ n = എത്രയാണെന്നാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 19ൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 20 ഇതൊരു ഡയറക്ഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. രാജു കിഴക്ക് വശത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. തുടർന്ന് അവിടെ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് 20 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. ഒടുവിൽ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 35 കിലോമീറ്റർ സഞ്ചരിച്ചു എങ്കിൽ ആരംഭ സ്ഥലത്തു നിന്ന് അവസാന സ്ഥലത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? ഈ ഒരു ചിത്രം പോലെ ആയിരിക്കും ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇത് പൈതഗോറസ് ട്രയാങ്കിൾ വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു വശത്തിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 20ഉം ഈ വശം 20, ഇവിടെ 15 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുക്കുക. 20ൻ്റെ സ്ക്വയർ 400, 15ൻ്റെ സ്ക്വയർ 225. അപ്പോൾ മൊത്തം 625 കിട്ടും. 625 സ്ക്വയർ റൂട്ടായിട്ട് വരുന്നത് ബി ആണ് ശരി ഉത്തരം. 21 ഒരു ക്യൂവിൽ രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. പിന്നിൽ നിന്ന് 19ാം സ്ഥാനത്താണ് രമേശ്. സുമേഷിനേക്കാൾ 5 റാങ്കുകൾ പിന്നിലാണ് രാജേഷ്. രാജേഷിനേക്കാൾ 8 റാങ്കും സുമേഷിനേക്കാൾ 3 റാങ്കും മുന്നിലാണ് ആര്യ. മുന്നിൽ നിന്ന് 39ാം സ്ഥാനത്താണ് ആര്യയെങ്കിൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 73. അടുത്തത് രാജു രാമിൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ്. വിക്രം രാധയുടെ മകനാണ്. രാധ അരുണിൻ്റെ അമ്മയും രാമിൻ്റെ മുത്തശ്ശിയുമാണ്. കേശു പ്രിയയുടെ അച്ഛനാണ്. കേശു രാജുവിൻ്റെ മുത്തച്ഛനും കൂടിയാണ്. രാധ കേശുവിൻ്റെ ഭാര്യയാണ്. രാജു രാധയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? കോംപ്ലിക്കേറ്റഡ് ആണ്. ആവശ്യമില്ലാത്ത കുറേ ഡാറ്റാസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരച്ചു കഴിഞ്ഞാൽ അവസാനം വരുന്നത് ഉത്തരം ചെറുമകനാണ്, ഓപ്ഷൻ സി. 23 താഴെ തന്നിരിക്കുന്നതിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതെല്ലാം? 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ശരിയായ ഉത്തരം ഇല്ല. നോ ആൻസർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് 23. 24 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയാണ് പരാജയപ്പെടുത്തിയത്? ഡച്ചുകാർ, ഓപ്ഷൻ സി. 25 താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായത് കണ്ടെത്തുക. നമുക്കറിയാം ഹോർത്തൂസ് മലബാറിക്കസ്, ഹെൻറി വാൻഡ്രീഡ്, മാമാങ്കം കിളിപ്പാട്ട്, കാടഞ്ചേരി നമ്പൂതിരി, പെരുമാൾ തിരുമൊഴി, കുലശേഖര ആൾവാർ, തൂഫത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ. അപ്പോൾ 25ൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. 26 കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതിലാണ്? ഒന്നാമത്തെ ശരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അതുപോലെ KR ഗൗരി ആയിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. അപ്പോൾ ശരി ഉത്തരം 26ൻ്റെ ഉത്തരം സി ആണ്. മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? അക്ബർ ആണ്, ഓപ്ഷൻ ബി. ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തത്? നമുക്കറിയാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 29 താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. റൗലറ്റ് ആക്ട്, ഗാന്ധി ഇർവിൻ പാക്ട്, ബംഗാൾ വിഭജനം, നെഹ്റു റിപ്പോർട്ട്. അതിന് ശരി ഉത്തരം 29ൻ്റെ ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്, 3142. 30 20 പരിപാടി കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയാണ്. 31 താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. സ്റ്റാമ്പ് നിയമം വരുന്നത് അമേരിക്കൻ വിപ്ലവം. ഉത്തരം ഏതാണെന്ന് നോക്കാം. 31ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, A2, B4, C1, D2. 32 താഴെ പറയുന്ന നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചവർ ആരെല്ലാം? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലുമാണ്. ഉത്തരം 1ഉം 3ഉം മാത്രം, ബി. 32ന് ഉത്തരം ബി. 33 താഴെ പറയുന്നതിൽ ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത്? നദികളുടെ നിക്ഷേപം. 33 സി ആണ് ശരി ഉത്തരം. 34 ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ബി ആണ് ശരി ഉത്തരം. തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസം. 35 ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുള്ള് വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? മുള്ള് വനങ്ങൾ. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, രാജസ്ഥാനിലല്ലേ മരുഭൂമിയിലല്ലേ മുൾച്ചെടികളൊക്കെ ഉണ്ടാവുക. രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളാണ് അതിൻ്റെ ഉത്തരം. 36 കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ്? ഉഷ്ണമേഖലാ മഴക്കാടുകൾ, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ഉഷ്ണമേഖലാ മഴക്കാടുകൾ. 37 പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ 2 പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്?
37 ഉത്തരം ഓപ്ഷൻ എ നീലഗിരി മലനിരകളെയും നെല്ലിയാമ്പതി മലകളെയും. 38 വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ സി ആണ്, വരുമാന അസമത്വം വർദ്ധിക്കുന്നു. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, വീണ്ടും 38 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാഷ് റിസർവ് അനുപാതം ശരിക്കും ഇത് 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷിൽ മിസ്റ്റേക്ക് ഇല്ല, അതുകൊണ്ട് അത് വലിയ പ്രശ്നമായി വരില്ല. കാരണം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഡിഗ്രി ലെവലൊക്കെ PSC അംഗീകരിക്കുകയുള്ളൂ. ക്യാഷ് റിസർവ് അനുപാതം കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്തിനാണെന്നാണ്. 38 ഉത്തരം ഓപ്ഷൻ സി ആണ്, ദ്രവ്യത വർദ്ധിപ്പിക്കൽ. 40 GDPയിലും ധനക്കമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നു. 41 സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ്? 41 ഉത്തരം ഓപ്ഷൻ സി HDA ആണ്. ഒരു വാദവും കാരണവുമാണ്. വാദം എ നീതി ആയോഗ് താഴെ തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. കാരണം സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ട്. തെറ്റാണല്ലേ, ഭരണഘടനാപരമായിട്ട് ഉള്ള അധികാരമൊന്നുമില്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്, എ ശരിയാണ് പക്ഷേ ആർ തെറ്റാണ്. പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. 44 ലോക്പാലിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷ്. 45 ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ്? നമുക്കറിയാം 2005. എനിക്കിങ്ങനെ ഒരു വിരലുണ്ട് കേട്ടോ. 46 കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ്? ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഒറിജിനൽ അധികാര പരിധിയാണ്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഈ ഓപ്ഷൻസ് മാറിയിട്ടാണ് കിടക്കുന്നത്. ഓപ്ഷൻ സിയിലാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആയിരിക്കും എടുക്കുന്നതെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി. മലയാളം ആണെങ്കിൽ ഇവിടെ എ ആണ് ശരി. എന്തായാലും ഒറിജിനൽ അധികാര പരിധി എന്നതാണ് ശരി ഉത്തരം. 47 പഞ്ചായത്ത് പിരിച്ചു വിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? ഓപ്ഷൻ എ 6 മാസം. 48 താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമയിൽ ഉൾപ്പെടാത്തത്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 4 മാത്രമാണ് ഉൾപ്പെടാത്തത്. 49 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ എ ഭാഗം 20. 49 ഓപ്ഷൻ എ. 50 ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഓപ്ഷൻ ബി 52ാം ഭേദഗതി. 51ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെന്റിന്റെ മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഓപ്ഷൻ എ ഗോലക്നാഥ് വേഴ്സസ് പഞ്ചാബ് സ്റ്റേറ്റ്. 52 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണം എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ. 53 ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്നറിയപ്പെടുന്ന കൃതി? ഓപ്ഷൻ എ വർത്തമാന പുസ്തകം, പാറമേക്കൽ തോമാ കത്തനാർ എഴുതിയത്. 54 ദ്വിതീയാക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാകൃതി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഓപ്ഷൻ ഡി മേഘദൂതം, കാളിദാസിൻ്റെ മേഘസന്ദേശത്തിൻ്റെ വിവർത്തനം മേഘദൂതം. 55 കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്രത്തിൻ്റെ വിഷയം ഏതാണ്? ഓപ്ഷൻ സി ഗജേന്ദ്ര മോക്ഷം. 56 കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനത്തിന് മുൻകൈ എടുത്ത മലയാള കവി വള്ളത്തോൾ. എഴുത്തുകാരുടെയും കൃതികളുടെ അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, A 3 ജി ശങ്കരക്കുറുപ്പാണ് ഓടക്കുഴൽ, B 4 MT വാസുദേവൻ നായർ, C 1 SK പൊറ്റേക്കാട് ഒരു ദേശത്തിൻ്റെ കഥ, D 2 കയറ് തകഴി. 58 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിൻ്റെ പേര് രാജ്യസമാചാരം, ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ. 59 കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം എന്നറിയപ്പെടുന്ന ചവിട്ട് നാടകം ഏതാണ്? കാറൽമാൻ ചരിതം. 60 ബോഗി എന്ന പദം ഏത് കായിക ഇനത്തിലാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഗോൾഫ്.
61 ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി എബ്രഹാം റീഡ്. പക്ഷേ അയാളുടെ പേര് എബ്രഹാം എന്നല്ല, ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, ഗ്രഹാം റീഡ് എന്നാണ്. ഗ്രഹാം റീഡ്. മലയാളത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തായാലും ഉത്തരം ഓപ്ഷൻ ബി ആണ്. 62 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? ഓപ്ഷൻ സി ലോസ് ആഞ്ചൽസ്. 63 സി പി യുവിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. 64 താഴെ കൊടുത്തവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? നമുക്കറിയാം ലിനക്സ് ആണ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 65 ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിന് നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ദീർഘദൂരമൊക്കെ പോകണമെങ്കിൽ എന്തായാലും ഒപ്റ്റിക്കൽ ഫൈബർ തന്നെ വേണം. 66 വേൾഡ് വൈഡ് വെബിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ എ ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെൻറ്റുകൾ കൈകാര്യം ചെയ്യൽ. 67 അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷ നൽകുന്ന IT വകുപ്പിലെ ആക്ട് സി ആണ് വകുപ്പ് 67. 68 മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിൻ്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻറ്റ്. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻറ്റ് 1987 ഒപ്പിട്ടു. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞതെല്ലാം. 69 താഴെ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങളെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൻ വാതകത്തിന്. അപ്പോൾ ഏതിനേക്കാളൊക്കെ കുറവാണ് മീഥേൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നാണ് ചോദ്യം. ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് 1, 2 മാത്രം. 69ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 1, 2 മാത്രം. 70 ജൈവ വൈവിധ്യത്തിൽ ഇൻസിറ്റു സംരക്ഷണത്തിൻ്റെ രീതികൾ ആണ്. ഇൻസിറ്റു നമുക്കറിയാം നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, സാങ്ച്വറികൾ. ഉത്തരം വരുന്നത് 70 ഓപ്ഷൻ സി 3, 4. അടുത്തത് ഇംഗ്ലീഷാണ്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സെഡ് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമോറോ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഹി പ്രോമിസ്ഡ് ദാറ്റ് ഹി വുഡ് റിട്ടേൺ ദാറ്റ് ബുക്ക് ദ നെക്സ്റ്റ് ഡേ. 72 ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഫീനിക്സ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 73 ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. 73ൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി. ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്, അപ്പോൾ വുഡ് ഹാവ് പ്ലസ് V3. 74 കിഡ്സ് ആർ ഫോണ്ട് ഓഫ്. ഫോണ്ടിൻ്റെ കൂടെ വരുന്നത് ഓഫ് ആണ്, ഓപ്ഷൻ ബി ഫോണ്ട് ഓഫ്. 75 ഇഡിയം എ റെഡ് ലെറ്റർ ഡേ മീൻസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ. റെഡ് ലെറ്റർ ഡേ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ. ഐ കെയിം അക്രോസ് എ ഡാഷ് ഓഫ് ഗേൾസ് ഇൻ ദ പാർക്ക്. കളക്റ്റീവ് നൗൺ ബേബി ആണ്, ബേബി ഓഫ് ഗേൾസ് ആണ് ബേബി. ഞാനിത് ഓർത്ത് വെച്ചിരിക്കുന്ന ബേബി എന്ന് പറയുന്നത് NV എന്നൊക്കെ ഉള്ള പോലെ. 77 ദ വേർഡ് scapegoat means a person blamed for someone else's wrongs. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 78 ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാവാഗൻറ്റ് thrifty ആണ്, ഓപ്ഷൻ ബി. 79 ദ എക്സ്പ്രഷൻ സൈൻ ക്വാ നോൺ മീൻസ് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ. ഓപ്ഷൻ എ. 80 ചൂസ് എ കറക്റ്റ് സെൻറ്റൻസ്. ഇതിൽ കറക്റ്റ് സെൻറ്റൻസ് വരുന്നത് ഈ ഫോറിൻ്റെയും സിൻസിൻ്റെ ഉപയോഗമാണ്. ഹി ഈസ് റൈറ്റിംഗ്. ഫോറും സിൻസും പൊതുവേ നമ്മൾ ഹാസ് ബീനിൻ്റെ കൂടെ ഹാവ് ബീനിൻ്റെ ഒക്കെ കൂടെയാണ് വരിക. അപ്പോൾ നോക്കൂ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് രണ്ടും അപ്പോൾ നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഫോറ് വരുമ്പോൾ ഒരു നിശ്ചിത ടൈം പീരീഡിനെയാണ് പറയുക. സിൻസ് വരുമ്പോൾ കറക്റ്റ് ഒരു പോയിൻ്റ് ഓഫ് ടൈമിനെ എടുത്ത് പറയും. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. 81 ഫൈൻഡ് ദ പാസീവ് വോയിസ് ഓഫ് വെൻ ഡിഡ് യു ബൈ ദ ബോട്ട്. അതിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. വെൻ വാസ് ദ ബോട്ട് ബോട്ട്. ചൂസ് ദ സിംഗുലർ ഓഫ് ഡാറ്റ. ഡാറ്റമാണ് ഡാറ്റയുടെ സിംഗുലർ ആയിട്ട് വരുന്നത്. ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ഗ്ലാസ്. ലിറ്റിൽ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്നുള്ള അർത്ഥം. അപ്പോൾ ദർ ഈസ് നോ വാട്ടർ ഇൻ ദ ഗ്ലാസ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 84 ദ ഫ്രേസൽ വെർബ് പുട്ട് ഓഫ് മീൻസ് ടു പോസ്റ്റ്പോൺ സംതിങ്. 85 ഇറ്റ് മേ ടേക്ക് ടൈം ടു അഡാപ്റ്റ്.
ടു ന്യൂ സിറ്റുവേഷൻ, അതുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ള അർത്ഥത്തിൽ അഡാപ്റ്റ് ആണ്. കിരൺസ് പെൻ വാസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് അരുൺ. ഇവിടെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. കിരൺസ് പെൻ വാസ് കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാഡ് വേഴ്സ് വേഴ്സ്റ്റ് അങ്ങനെയാണ് വരുന്നത്. പോസിറ്റീവ് ഡിഗ്രി ബാഡിൻ്റെ പോസിറ്റീവ് ഡിഗ്രിയാണ് ബാഡ്, വേഴ്സ് കമ്പാരിറ്റീവ് ഡിഗ്രി, വേഴ്സ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ വരേണ്ട ദാൻ എന്ന് വരുന്നതുകൊണ്ട് നമുക്കറിയാം കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ബി ആണ്, വേഴ്സ്. 87 ദ ട്രെയിൻ ഡാഷ് വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു സിമ്പിൾ പാസ്റ്റ് ആയ ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ ഹാഡ് ലെഫ്റ്റ്, അത് പാസ്റ്റിലാണ് പറയുക, പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയുക, ഹാഡ് ലെഫ്റ്റ്. 88 70 kilograms ഡാഷ് മോർ ദാൻ എനിവൺ ക്യാൻ ലിഫ്റ്റ് ഈസിലി. 70 kilograms കോൺകോഡിൽ ബി ആണ് വരുന്നത്, സി ഈസ്. 89 ഷീ ഈസ് എൽഡർ ടു. എൽഡറിൻ്റെയും ഓൾഡറിൻ്റെയൊക്കെ കൂടെ എപ്പോഴും ടു ആണ് വരിക. എൽഡർ, ഓൾഡർ, സീനിയർ, ജൂനിയർ ഒക്കെ വരുമ്പോൾ ടു എന്നാണ് വരിക. എൽഡർ ടു, ഓൾഡർ ടു ഒക്കെ. ഷീ ഈസ് എൽഡർ ടു ഹർ യങ്ങസ്റ്റ് സിസ്റ്റർ ബൈ 4 years. 89 90 ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ വരുമ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ആറിൻ്റെ ഐ. ആമിൻ്റെ ഐ എന്നൊരു പ്രയോഗവും ഇല്ല. 91 മുഖ്യം മലയാളമാണ്. മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീതം നമുക്കറിയാം ഗൗണമാണ്. മുഖ്യത്തിൻ്റെ ഓപ്പോസിറ്റ് ഗൗണം. 92 ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഓപ്ഷൻ എ ആണ്, പഠിക്കുന്നതിന് മുമ്പ് ഗുരുക്കളാകരുത്. 93 തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഏകദേശം ഇതിൽ തെറ്റ് വരുന്നത് ഇവിടെയാണ്. ഏകദേശം 300ഓളം, ഈ രണ്ടും കൂടി ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ ഏകദേശം 300 പേര് അല്ലെങ്കിൽ 300ഓളം പേര്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ബി ആണ് അവിടെ തെറ്റായ വാക്യം. 94 പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായം വിലേശയമാണ്, വിലേശയം. വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ വെള് പ്ലസ് മ. വാരണ വ്യാള ഭല്ലൂക വ്യാഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ. ഈ ബല്ലൂകം എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് വരുന്നത് കരടിയാണ്. ബല്ലൂകം, ബല്ലു, കരടി. 96ൻ്റെ ഉത്തരം ഓപ്ഷൻ സി, കരടി. 97 ദിക്ക് പ്ലസ് നാഗൻ എന്നീ പദങ്ങൾ ചേർത്ത് എഴുതിയാൽ ദിങ്നാഗനാണ്, ഓപ്ഷൻ ബി. 98 ശരിയായ പദം തിരഞ്ഞെടുക്കുക. 98ാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശിപാർശയാണ് ശരി, ശിപാർശ. ശുപാർശ എന്ന് പറയില്ല, ശിപാർശ. 99 ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം. ലുക്ക് ബ്ലൂ എന്ന് പറയുമ്പോൾ വിഷണ്ണനായിരിക്കുക, ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, വിഷണ്ണനായിരിക്കുക. സർവം ആത്മാവായി കരുതുന്നവൻ, ഒറ്റപ്പദം ആത്മയാജിയാണ്. സർവം ആത്മാവായി കരുതുന്നവൻ ആത്മയാജി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആൻസേഴ്സ്. ഇനി പ്രൊഫഷണൽ ആൻസേഴ്സ് വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം. നിങ്ങളുടെ മാർക്ക്, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.